ഹായ് ഫ്രണ്ട്സ്, സാബിഡ വരാതിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ദളപതി വിജയുടെ വാരിസ് എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയുടെ ഈ ട്രെയിലറിൻ്റെ റിയാക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോ. സംഭവം ഫാമിലി പാസം തന്നെയാണ് സംഭവം. അതൊരു എന്തായാലും കളർഫുള്ളായിട്ട് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിഡ്ലർ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും മിക്കവാറും. 2 മണിക്കൂർ 50 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം പറയുന്നത്. ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സംഭവം ജോമോൻ്റെ സുവിശേഷമാണ്. ജോമോൻ്റെ സുവിശേഷം എന്ന സിനിമ, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ജോമോൻ്റെ സുവിശേഷം. വലിയ ബിസിനസ് ഫാമിലി ആയിരിക്കും. അതിൽ എന്താ പറയുക, തലതെറിച്ച പയ്യൻ, ഒരാൾ തലതെറിച്ച പയ്യനായിരിക്കും. ബിസിനസ്സിലൊന്നും ഇൻവോൾവ് ആവാതെ ഇങ്ങനെ ഊര് തണ്ടിയായിട്ട് നടക്കുന്ന ഒരു മകൻ. അപ്പം ബിസിനസ് തകരാണ്. ബിസിനസ് തകർന്നതോടുകൂടി മറ്റുള്ള 2 മക്കൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇവരെ ഒന്നിപ്പിക്കാനും ഈ ബിസിനസ് പിന്നെന്താ പറയുക, ബിസിനസ് പിന്നെയും എന്താ പറയുക, അവരുടെ രക്ഷകനായിട്ട് ഈ ഒരു ഊരുതണ്ടിയായ മകൻ അവതരിക്കുകയാണ്. അതുതന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞു പോകുന്നത്. തന്നെയാണ് ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ സംഭവം. അത്രയേ ഉള്ളൂ. വേറെ വലിയ സംഭവമായിട്ടുള്ളതൊന്നും കാണാനല്ല സിനിമയിൽ. ഇതിൻ്റെയായിരിക്കും മിക്കവാറും സ്റ്റോറി. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഇഷ്ടപ്പെടുന്നില്ലായിരിക്കുക. ഒരു ക്ലീഷേ സ്റ്റോറി തന്നെയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ നമ്മുടെ ദളപതി വിജയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അത് മതി നമുക്ക് എല്ലാം ഫാൻസിന് എല്ലാവർക്കും അത് മതി. ഇത് മറ്റൊരു ബീസ്റ്റ് ആവർത്തിക്കുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ VFX ഒക്കെ വളരെ ഷോക്കായിട്ടാണ് എനിക്ക് തോന്നി. ആ ഒരു ട്രക്കിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. VFX ഒക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ രശ്മിക മന്ദാന ആ ഒരു പാട്ട് ചെയ്യാൻ ആ ഒരു നായികയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു നായികയായിട്ടാണ് എനിക്ക് ആ ഒരു ട്രെയിലർ കണ്ട സമയത്ത് തോന്നിയത്. പിന്നെ പ്രകാശ് രാജ് വില്ലനായിട്ട് വന്ന പ്രകാശ് രാജ്, പിന്നെ അച്ഛനായിട്ട് വരുന്ന നമ്മുടെ ശരത് കുമാർ, പിന്നെ ശ്യാം, ശ്രീകാന്ത്, ഖുഷ്ബു, യോഗി ബാബു, ജയസുധ, സംഗീത കൃഷ്, അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. വില്ലനായിട്ട് വരുന്നത് പ്രകാശ് രാജാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പൊങ്കൽ റിലീസാണ്. 11-ാം തീയതിയാണോ 12-ാം തീയതിയാണോ 13-ാം തീയതിയാണുള്ള ഡേറ്റ് കാര്യങ്ങളൊന്നും അവരിപ്പോഴും കൺഫ്യൂഷനിലാണ്. അവർ ഡേറ്റ് ഇതിൽ അനൗൺസ് ചെയ്തിട്ടില്ല. നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. 200 കോടി ബജറ്റാണ് സിനിമയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. എന്താവും എന്തോ എന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഫാൻസ് ഷോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും സിനിമ ഫസ്റ്റ് ഷോ ആണ് കാണണം. കണ്ട് സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും എനിക്ക് ഈ ഒരു ട്രെയിലർ ഡിസപ്പോയിൻമെൻ്റ് ആണ് സമ്മാനിച്ചിരിക്കുന്നത്. തുനിവ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ട്രെയിലറിനെക്കാട്ടും. രണ്ടും കമ്പയർ ചെയ്ത് സംസാരിക്കുകയല്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ട്രെയിലർ റിയാക്ഷൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു തുനിവ് റിലീസ് ചെയ്ത സമയത്ത്. എന്തോ എനിക്ക് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. സംഭവം ബോറായിട്ടുണ്ടാവും എൻ്റെ ട്രെയിലർ റിയാക്ഷൻ. എനിക്കറിയാം സംഭവം എന്താണെന്നുള്ളത്. എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ സാധാരണ ചെയ്തിട്ടില്ല. OTT അപ്ഡേറ്റ്സ്, റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ. ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടില്ല. ട്രെയിലർ റിയാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ട്രെയിലർ കണ്ടിട്ട് എന്താ സംഭവം എന്നുള്ളത് പറയാം, അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അത്രയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ തന്നെ മില്യൺ കണക്കിന് വ്യൂസ് ആയിട്ടുണ്ട് യൂട്യൂബിൽ. 24 മണിക്കൂറിൽ റെക്കോർഡ് സ്ഥാപിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരട്ടെ. വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കണം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.